പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനിയെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. എന്തുകൊണ്ടെന്നാൽ മാർത്തോമായുടെ അജഗണത്തിൻ്റെ ആ രോദന ശബ്ദം കേട്ട് ഇതിൻ്റെ ആസ്തിത്വം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നമ്മുടെ ശ്രേഷ്ഠ ബാവായെ കൽപ്പിച്ച് നിയോഗിച്ചു തന്നു. ആ പരിശുദ്ധ സിംഹാസനത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, പരിശുദ്ധനായിരിക്കുന്ന ആ ചാതുര്യത്തിൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ ആ തലമുറയിൽ നിന്ന് മുളച്ചു വളർന്ന് ഒരു വടവൃക്ഷമായി ഇന്ന് ഈ പരിശുദ്ധ സഭയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ ബാവാ തിരുമേനി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15:16 കൽപ്പിച്ച് അരുളി ചെയ്തതുപോലെ, യു ഹാവ് നോട്ട് ചോസൻ മീ ബട്ട് ഐ ഹാവ് ചോസൻ യു. തീർച്ചയായിട്ടും സർവശക്തൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇന്ന് ഈ സ്റ്റേജിൽ നാം ദർശിക്കുന്നത്. ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ച ഒത്തിരി ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാരുണ്ട്. കാലം ചെയ്ത പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി എന്ന അഭിധാനമുള്ള ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ശൈശവത്തിലെ 13 വയസ്സിലെ അദ്ദേഹത്തെ പിക്ക് ചെയ്തെടുത്തു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് വളർത്തി ഈ ലോകത്തിൻ്റെ കൺവെൻഷനുകളൊന്നും ഏൽക്കാതെ ഒരു ശമാശനായി തന്നെ ആ ചെറുപ്രായത്തിൽ കുപ്പായവും ഇട്ട് സ്കൂളിൽ പോകുവാൻ നിർബന്ധിച്ചു. കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മോർ ബസേലിയോസ് പൗലൂസ് രണ്ടാമൻ ബാവ തിരുമനസ്സുകൊണ്ട് ഈ ശ്രേഷ്ഠതയെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കാശീശിയായി വാഴിച്ച് ഈ പരിശുദ്ധ സഭയെ അനുഗ്രഹിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധ സഭയുടെ പ്രധാന തലവനായ കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മൊറാനിഗ്നാത്യോസ് സാഖാപ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് 1994 ഒരു മെത്രാപ്പൊലീത്തയായി ഈ പരിശുദ്ധ സഭയ്ക്ക് വാഴിച്ച് അനുഗ്രഹിച്ചത് മുതൽ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഈ പരിശുദ്ധ സഭ ഇന്ന് കാണുന്ന സകലതും ഇതിനു വേണ്ടി സമ്മാനിച്ച പുണ്യശ്ലോകനായ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഇടത്തും വലത്തും നിന്നുകൊണ്ട് ബാവായ്ക്ക് വേണ്ടി ഈ ശ്രേഷ്ഠ പിതാവ് അനുഷ്ഠിച്ചിട്ടുള്ള സേവനങ്ങൾ ഒന്നും നമുക്ക് മറക്കാവതല്ല. 2 കൂട്ടം കാര്യങ്ങളാണ് ഇന്നിവിടെ നിവർത്തിക്കപ്പെടുന്നത്. ഒന്ന്, ശ്രേഷ്ഠ പിതാവിൻ്റെ സുന്ത്രോണിസോ ശുശ്രൂഷ അഥവാ ഇൻസ്റ്റലേഷൻ. ഒരു ചിന്തകൻ രേഖപ്പെടുത്തിയതായിരിക്കുന്ന ആപ്തവാക്യം ഞാൻ ഇങ്ങനെ ഓർത്തുപോകുകയാണ്. സിറ്റിംഗ് ഇൻ എ ത്രോൺ ഈസ് 1000 times harder than winning one. ഒരു സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളത് അത് നേടുന്നതിനേക്കാൾ 1000 മടങ്ങ് അധ്വാനമുള്ളതാണ്. ഇന്ന് ശ്രേഷ്ഠഭാവായെ സിംഹാസനത്തിലിരുത്തി ഈ ജനം മുഴുവൻ ആക്സിയോസ് ഇവൻ യോഗ്യനാകുന്നു എന്ന രീതിയിൽ വിളിച്ചറിയിച്ച് ഈ സമൂഹം ഏറ്റു ചൊല്ലിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം അദ്ദേഹത്തിനുണ്ടായിരുന്നതിനേക്കാളും അധികം മഹത്വവും ശ്രേഷ്ഠതയും സ്ഥാനത്തിന് നൽകുവാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വസ്തുത നാം കാണുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അതിൽ നാം അവിടെ വിവക്ഷിക്കുന്നത്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെടുന്നവൻ സാക്ഷ്യമുള്ളവനായിരിക്കണം. 2, തിരഞ്ഞെടുക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായിരിക്കണം. 3-ാമത്തേത്, അവൻ വിജ്ഞാനമുള്ളവനായിരിക്കണം. ഇന്ന് 10,000-കണക്കിന് വരുന്ന ജനതതികൾ ഒരേ സ്വരത്തിൽ ഇവൻ യോഗ്യനാകുന്നു എന്നർത്ഥമുള്ള ആക്സിയോസ് എന്നുള്ള ആ വലിയ രീതിയിൽ ഈ പിതാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ സാക്ഷ്യം ഉൾക്കൊണ്ട ഒരു അനുഗ്രഹീത പിതാവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ കടന്നു പോകട്ടെ. ശ്രേഷ്ഠ പിതാവ് എന്ന് രക്ഷാസുവിശേഷം വായിച്ചത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വയ്ക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ വലിയ പിന്തുടർച്ചയാണ് ഇന്ന് ഈ സ്റ്റേജിൽ നാം ദർശിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ, I came not to be served but to serve. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ യാഗമായി സമർപ്പിക്കുവാനുമായിട്ടാണ് ഞാൻ വന്നത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഇഷ്ടമാകുന്നു എന്ന് വരികൾ. പ്രിയപ്പെട്ടവരെ, ആ വലിയ ഇഷ്ടം ഇന്ന് ശ്രേഷ്ഠ പിതാവിൽ കൂടി സാർത്ഥകമാക്കുവാനുള്ള പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന ആ വലിയ അവസ്ഥ നമ്മിൽ സംജാതമാകണം. ഒരു സംഗതി കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-3 വചനഭാഗങ്ങളാണ്. അവിടെ നാം വായിക്കുന്നു, ബി ഷെപ്പേർഡ്സ് ഓഫ് ഗോഡ്സ് ഫ്ലോക്ക് ദാറ്റ് ഈസ് അണ്ടർ യുവർ കെയർ, വാച്ചിങ് ഓവർ ദം, നോട്ട് ബിക്കോസ് യു മസ്റ്റ് ബട്ട് ബിക്കോസ് യു ആർ വില്ലിംഗ്, ആസ് God wants you to be, not pursuing dishonest gain but eager to serve. ഇവിടെ പരിശുദ്ധനായ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ വിവക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. ബിക്കോസ് ഗോഡ് വാണ്ട്സ് യു. അഭിനന്ദ പിതാവേ, ശ്രേഷ്ഠബാവ തിരുമേനി ഇന്ന് ഈ പരിശുദ്ധ സഭയുടെ അമരത്തേക്ക് അവിടുന്ന് ആഗതനാകുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങയെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന് അങ്ങയെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. Come on men, I'll make you fishers of men. എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് അപ്പോസ്തലന്മാരെ വിളിച്ചു വേർതിരിച്ചതിനായ ദൈവം, ശ്രേഷ്ഠപിതാവേ, ഈ ജനത്തിൻ്റെ കഷ്ടതയിലും ദുഃഖത്തിലും സങ്കടത്തിലും ഭാരത്തിലും അവരോടുകൂടി ആയിത്തീരുവാനുള്ള വലിയ നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകുന്നത്. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇന്ന് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു വന്ന മീഡിയ പേഴ്സൺസ് ഉണ്ട്. അവരെല്ലാം ഇതിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെ അവരവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ വലിയ ആ ദൗത്യം അവർ നിവർത്തിക്കുന്നത്. എല്ലാ മാധ്യമ പ്രവർത്തകരോട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി അവരെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. അവരുടെ പ്രൊഫഷൻ അതാണെങ്കിലും ഇത്രയും നേരം നിന്ന് ഇതെല്ലാം അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം അവർ നിവർത്തിക്കുന്ന സേവനങ്ങളെ ഹൃദയപൂർവ്വം ശ്ലാഘിച്ചുകൊണ്ട് വിനയപൂർവ്വം വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.